മറ്റൊരു വാർത്ത, പാകിസ്ഥാനിൽ ചാവേർ സ്ഫോടനം. ഇസ്ലാമാബാദിലെ ജില്ലാ ജുഡീഷ്യൽ കോംപ്ലക്സിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 9 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. 21 പേർക്ക് പരിക്കേറ്റു. സായ്കുമാറാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചെയ്യുന്നത്. സായ്കുമാർ, ഇസ്ലാമാബാദിൽ എവിടെയാണ് സ്ഫോടനം? വിശദാംശങ്ങൾ എന്താണ്? വിനീത, പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ G11 സെക്ടറിലെ ജുഡീഷ്യൽ കോംപ്ലക്സിന് സമീപമാണ് ഇപ്പോൾ ഒരു സ്ഫോടനം നടന്നതായി പാക് മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നത്. നിർത്തിയിട്ട ഒരു കാറിൽ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചാവേർ സ്ഫോടനം നടന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങൾ നൽകുന്നത്. 9 പേരുടെ മരണം സ്ഥിരീകരിച്ചെങ്കിലും 12 പേർ മരിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ പരിക്കേറ്റ ആളുകളെയൊക്കെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രദേശത്തേക്കുള്ള അടിയന്തര സേവനങ്ങളെല്ലാം ഇപ്പോൾ തടസ്സപ്പെട്ട രീതിയിലാണ്. റോഡൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വലിയ തീപിടുത്തമുണ്ടായി. ഇന്നലെ ഡൽഹിയിൽ കണ്ടതിന് സമാനമായ രീതിയിലുള്ളൊരു സംഭവം തന്നെയാണ്. ഒരു കാർ പൊട്ടിത്തെറിക്കുന്നു, വലിയ തീഗോളങ്ങൾ ഉണ്ടാകുന്നു. ആ തീ അണയ്ക്കാൻ വേണ്ടി ഇപ്പോൾ വലിയ പരിശ്രമം അവിടെ നടക്കുകയാണ്. കോടതി സമീപമാണ് ഉണ്ടായത്. സ്വാഭാവികമായും ഈ പരിക്കേറ്റവരിൽ അഭിഭാഷകരടക്കം ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. പോലീസും രക്ഷാപ്രവർത്തകരും ഒക്കെ അടിയന്തരമായി അങ്ങോട്ടേക്ക് എത്തി ആ ഭാഗത്തേക്കുള്ള പൊതുജനങ്ങളുടെ അടക്കം പ്രവേശനം പൂർണ്ണമായി ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടുകൾ തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. വിനീത, മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. അത്തരത്തിൽ വലിയൊരു സ്ഫോടനം തന്നെയാണ്. ഈ സ്ഫോടനത്തെ തുടർന്ന് വലിയൊരു തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായി. അതിലാണ് നിരവധി പേർക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിലിപ്പോൾ ആരെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തം, ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ സായി? നിലവിൽ അത്തരം റിപ്പോർട്ടുകൾ വരുന്നില്ല വിനീത. ഉത്തരവാദിത്തം ഏറ്റെടുത്ത, എന്നാലും ഇതൊരു ഭീകരാക്രമണം തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തലുകൾ വരികയും ചെയ്യുന്നത്. സ്വാഭാവികമായും വലിയ പ്ലാനിങ്ങിലോട് കൂടി അവിടെ സ്ഫോടക വസ്തുക്കൾ എത്തിച്ച കാറി കോടതിക്ക് പരിസരത്തേക്ക് എത്തിക്കുകയും അവിടെ നിർത്തിയിട്ടിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഇത് പൊട്ടിത്തെറിച്ചത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. പക്ഷേ ഇതുവരെ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഏത് ഭീകര സംഘടനയും ഇതുവരെ രംഗത്തെത്തിയതായുള്ള സൂചനകൾ ഇപ്പോൾ പാക് മാധ്യമങ്ങൾ നൽകുന്നില്ല. എന്നാലും വലിയ പുക ഈ പ്രദേശത്ത് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടക്കുകയും ചെയ്യുന്നു. എന്നാലും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പാക് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. പരിക്കേറ്റ പല ആളുകളുടെയും നില അതീവ ഗുരുതരമാണ്. ഇതിൽ അഭിഭാഷകരടക്കം ഉണ്ട് എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇവരൊക്കെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ അവിടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഉള്ളത്. സായ്കുമാർ, ഇന്നലെ നമ്മൾ ദില്ലിയിലെ സ്ഫോടനത്തിന് നടുക്കം ആടുന്നതിന് മുൻപാണ് ഇപ്പോൾ പാകിസ്ഥാനിലാണെങ്കിലും വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. ഇതും ചാവേർ ആക്രമണമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. തന്ത്രപ്രധാന സ്ഥലങ്ങളിലാണ് ഉണ്ടാകുന്നത്. ഇതും കാർ പൊട്ടിത്തെറിച്ചതാണ് എന്നതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് വിനീത ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ചെങ്കോട്ടയടക്കം ഏറ്റവും തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു. അത് ആദ്യം ഒരു ചാവേർ സ്ഫോടനമാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ തുടക്കത്തിൽ വന്നിരുന്നെങ്കിലും അത് സ്ഥിരീകരിച്ചിരുന്നില്ല അന്വേഷണ സംഘം. പക്ഷേ ഇതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കടക്കം ഇതിൽ പങ്കുണ്ടെന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നത്. ഏറ്റവും ഒടുവിൽ NIA അടക്കം ആ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലുണ്ടായ ഈ ഭീകരാക്രമണത്തിനും ഉള്ളത് എന്ന തരത്തിലുള്ള ചില താരതമ്യം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം വരികയും ചെയ്തു. ഇതേ രീതിയിൽ തന്നെ ഒരു കാർ ഇന്നലെ പൊട്ടിത്തെറിച്ച കാർ ഏകദേശം 3 മണിക്കൂറോളം ഈ ചെങ്കോട്ടയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്നു. പിന്നീട് അവിടെ നിന്ന് നീങ്ങുന്നതിന് ശേഷമാണ് അത് പൊട്ടിത്തെറിച്ചത്. സമാനമായി തന്നെ G11 കോടതി കോംപ്ലക്സിന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ തന്നെയാണ് ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയും വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഏതെങ്കിലും തരത്തിൽ ജെയ്ഷെ മുഹമ്മദ് തന്നെയാണോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. ഇതുവരെയായും അതിൻ്റെ ഉത്തരവാദിത്തം ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല. ശരി, അഫ്ഗാൻ അതിർത്തിയിൽ ഒരു വിദ്യാർത്ഥികളെ ബന്ദികളാക്കാനുള്ള ശ്രമം സൈന്യം തകർത്തിലുള്ള പ്രതികാരമാണോ എന്നുള്ള സംശയങ്ങൾ കൂടി ബലപ്പെടുന്നുണ്ട്.